ഷാജാൻ, എന്തുകൊണ്ടായിരിക്കാം ഈ മുകേഷിനെ സംരക്ഷിക്കാൻ ഇങ്ങനെ കൊണ്ടുപിടിച്ച് ഉള്ള നീക്കങ്ങൾ നടക്കുന്നത്? കാരണം നോക്കൂ, സെക്രട്ടേറിയറ്റ് അറിയാമല്ലോ, വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് ചേരുന്നതാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇപ്പോൾ രാവിലെ തൊട്ട് ഇപ്പോഴും ഇക്കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദാ കാരാട്ടിന് പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. CPIയിലെ ആനി രാജ തുറന്നടിച്ചിരിക്കുന്നു. അതെ, സുഭാഷിണി അലി, ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എങ്കിലും മുകേഷിനെ സംരക്ഷിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ എന്തായിരിക്കും കാരണം? അല്ല, എനിക്കതിനകത്ത് തോന്നുന്നത് ഒരു പുതിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ CPM ഈ പല മതവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുമല്ലോ. ഉദാഹരണത്തിൽ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും. അങ്ങനെ പല ജാതിമത വിഭാഗങ്ങൾക്ക് CPM അവരുടെ ജനപ്രതിയാവാനോ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര ജനപ്രതിയാവാനോ ഒക്കെ അവസരം നൽകാറുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമ രംഗവുമായിട്ടുള്ള CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ആഴത്തിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ കച്ചവട താല്പര്യങ്ങളുമായി CPM എന്ന് പറഞ്ഞ പാർട്ടിക്കുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മുകേഷിനെ ഇങ്ങനെ മത്സരിപ്പിക്കുകയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുകയും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, ഇപ്പോൾ 2014 ഇന്നസെൻറ്റിനെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചു. ഇന്നസെൻറ്റ് ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ ഇന്നസെൻറ്റ് യാതൊരു വിജയസാധ്യത ഉണ്ടായിരുന്നില്ല. ഇന്നസെൻറ്റ് അവിടുന്ന് ജയിച്ചെങ്കിൽ പോലും എങ്ങനെയാണ് ജയിച്ചത്? അത് കോൺഗ്രസ്സുകാർ ചിലർ സീറ്റ് മാറി, മറ്റേ PC ചാക്കോ മാറി, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ വന്ന ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നാണ് ഇന്നസെൻ്റ് അവിടെ ജയിക്കുന്നത്. പക്ഷേ ഇന്നസെൻറ്റിനെ അവിടെ നിർത്തിയതിൻ്റെ പുറകിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇന്നസെൻറ്റ് അന്നത്തെ മലയാള സിനിമ കലാരംഗത്തിനേക്കാൾ പ്രധാനം മലയാള സിനിമയുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിലായിരിക്കണം CPM ഇന്നസെൻറ്റിനെ അവിടെ മത്സരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അന്ന് ഇന്നസെൻ്റ് അമ്മയുടെ ചെയർമാനോ അങ്ങനെ എന്തോ സ്ഥാനമായിരുന്നു. ഇന്നസെൻ്റ് അവിടെ നിന്ന് ജയിക്കുന്നു. 2016 ഇന്നസെൻ്റ് അവിടെ മത്സരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു നേതാവ് വന്നതിനെ തുടർന്ന് ഇന്നസെൻ്റ് അവിടെ തോൽക്കുന്നു. സമാനമായി നമ്മൾ മുകേഷിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം മുകേഷിനെ 2016 കൊല്ലം മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് കൊല്ലം മണ്ഡലം എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി മൊത്തം എതിർത്തിട്ടും അതാ ഞാൻ പറഞ്ഞു, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് CPMൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു കൊല്ലം നിയമസഭാ മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിച്ചുകൊണ്ട് വന്നിരുന്ന ആള് PK ഗുരുദാസൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും സമുന്നതനും ഏറ്റവും ബഹുമാനിതനും ട്രേഡ് യൂണിയൻ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള PK ഗുരുദാസനാണ് കൊല്ലം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. ആ PK ഗുരുദാസനെ അതിശക്തമായിട്ടുള്ള എതിർപ്പിനെ മറികടന്ന് അവിടുന്ന് മാറ്റുകയും ഈ ആഭാസനും ഈ എന്ത് വാക്കാണ് എനിക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പരമചെറ്റയുമായിട്ടുള്ള ഈ മുകേഷിനെ അവിടെ കൊണ്ടുവരികയാണ്. എന്താണ് പരമചെറ്റ എന്നുള്ള വാക്ക് ഉന്നയിക്കാനുള്ള കാരണം? എന്താ? ഈ മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിതയുമായി ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ഇരുന്നപ്പോൾ നടത്തിയൊരു ഇൻ്റർവ്യൂ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അനില, ഞാൻ പറയുന്നത് എനിക്ക് CPMൻ്റെ നേതാക്കന്മാരോട് പരമ പുച്ഛത്തിൻ്റെ അങ്ങേ അറ്റം തോന്നുന്നതിൻ്റെ കാരണം എന്താ? സ്വന്തം മകനെ ഗർഭം ധരിച്ച ആ സ്ത്രീക്ക് 5 or 6 മാസം മുകേഷിൻ്റെ മകനെ ഗർഭത്തിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീയുടെ വയറ്റിനിട്ട് ചവിട്ടിന്ന് അവർ കരഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയാണ്. ചവിട്ടി നിലത്തിടുകയാണ്. ആര്? ഈ CPMൻ്റെ ഈ MLA. അതിനുശേഷം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ കൊണ്ടൊരു ഡിന്നറിന് പോകുന്നു. ഡിന്നറിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ കാറേ കയറാൻ പോകുമ്പോഴത്തേക്കും ഈ വൃത്തികെട്ടവൻ, ഈ നരാധമൻ, ഈ ആഭാസൻ അവൻ എന്താ ചെയ്യുന്നറിയോ? അവൻ കാർ മുമ്പോട്ടും പുറകോട്ടും നീക്കിയതിനെ തുടർന്ന് ഇവർ നിലത്ത് വീഴുക. ഇവർ നിലത്ത് വീഴുമ്പോൾ ഇവർ കരയുകയാണ്.
കരയുമ്പോൾ ഇവർ പറയുകയാണ്, എന്താ പറയുന്നറിയോ, ഞാൻ ആ കണ്ണുനീര് ഇയാളെ കാണിച്ചില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ പറയും, ഓ നിങ്ങൾ ഭയങ്കര അഭിനേത്രിയാണ്, നിങ്ങൾ അഭിനയിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമെന്ന്. എല്ലാ ദിവസവും മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത്. ഒരു ദിവസം മദ്യപിച്ചിട്ടാണോ നിങ്ങൾ വീട്ടിൽ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുടിക്കുത്തിന് പിടിച്ച് അടുക്കള വരെ കൊണ്ട് നിലത്തോടിട്ട് പിന്നെ വലിച്ചിട്ട് ചവിട്ടിയെന്നാണ് പറയുന്നത്. ഞാൻ എന്താ പറയേണ്ടത് ഇവനെക്കുറിച്ച്? ആരാണിവൻ? ഇവൻ 2 തവണ MLA ആയിരുന്നവനാണ് ഇവൻ. എന്ന് മാത്രമല്ല, അവനെ 2024 വീണ്ടും ലോക്സഭയിലേക്ക് ഞാൻ ചോദിക്കുന്നത്, നാണം കെട്ടവന്മാരല്ലേ CPM-കാർ? സ്വന്തം ഭാര്യയെ ഇതുപോലെ പീഡിപ്പിച്ച ഒരുത്തനെ കൊണ്ടുവന്ന് MLA ആക്കിയിട്ട് ഈ പരമനാറികൾ ഇപ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴും പറയാണ് ഞങ്ങൾ സ്ത്രീകളോടൊപ്പം നിൽക്കുകയാണെന്ന് പറയാണ്. ഈ വൃത്തികെട്ടവനെ പോലെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരുപാട് കഥകളുണ്ട്. ഇവരെ ഒരു പ്രാവശ്യം ഇയാളുടെ അച്ഛൻ O മാധവൻ ഏറ്റവും വലിയ നാടകനടനായിരുന്നു. കരഞ്ഞ് കാല് പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് പറയുകയാണ്, നീ മരിക്കുന്നതിനും വരെ പരാതി കൊടുക്കല്ലേ എന്ന്. അവർ ആ മരിക്കുന്നതിനും വരെ പരാതി കൊടുത്തില്ല. എന്നിട്ട് അവസാനം ഇവരിൽ നിന്ന് ഡൈവോഴ്സ് മേടിക്കാതെ വേറൊരു വനിത ഇവൻ കല്യാണം കഴിക്കുകയാണ്. വൃത്തികെട്ടവൻ. നമ്മളെ വെച്ചാൽ ഇതുപോലൊരു നരാധമനെ എങ്ങനെയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? അതെനിക്ക് തോന്നുന്നത് അത് പിണറായി വിജയനെ പോലൊരു ഹൃദയശൂന്യന് മാത്രമേ ഇതുപോലൊരു നരാധമനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന മെയിൻ പോയിന്റിലേക്ക് ഞാൻ വരാം. ഇവനെ ഈ വൃത്തികെട്ട ഈ ആഭാസൻ അവൻ ഇന്നൊരു റീല് ഞാൻ കണ്ടു. ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് എൻ്റെ നടിമാരെ കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്താണ്. അതല്ല അവൻ ഇന്ന് ഞാനത് ഇപ്പോൾ എന്തായാലും എന്നെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയാണ് അവൻ്റെ വീട്ടിൽ ഹരിപ്പോത്തൻ ഇതുപോലെയൊക്കെയുള്ള ആളുകൾ ചീട്ട് കളിക്കാനെന്തോ വരുമെന്ന്. അതെ ഞാൻ കണ്ടില്ലേ? ആ ഷീട്ട് വെച്ച സ്ഥലം എന്നിട്ട് ആ പൈസ എടുത്ത് വെച്ചപ്പോൾ പൈസ വാടകയ്ക്ക് എടുക്കാൻ ആള് വന്നു. അത്രയ്ക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ നാണം കെട്ട ചെറ്റയാണിവൻ. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ അല്ലേ? അവനെ എന്നിട്ട് സ്ത്രീവിരുദ്ധമായ ചെയ്തികൾ 2024 പാർട്ടിയുടെ കോട്ടയായിരുന്നു NK പ്രേമേന്ദ്രൻ വരെ കൊല്ലം ലോക്സഭാ മണ്ഡലം. അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 2019 അവിടെ മത്സരിച്ചത് KN ബാലഗോപാൽ, 2014 അവിടെ മത്സരിച്ചത് MA ബേബി, 2009 അവിടെ മത്സരിച്ചത് P രാജേന്ദ്രൻ. മത്സരിച്ച സ്ഥലത്ത് ഇതുപോലൊരു പരമനാറിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, CPM-ന് സിനിമാ രംഗത്തുള്ള വ്യവസായ താല്പര്യം, CPM-ന് സിനിമാ രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇന്നസെന്റിനെ കൊണ്ടുവന്നതുപോലെ ഇപ്പോൾ ഇവനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. അല്ല CPM-നോട് മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ? എത്രയോ പ്രഗത്ഭർ അവിടെ മത്സരിക്കാനുണ്ട്. എന്ന് മാത്രമല്ല, ഇവൻ തോറ്റ് തുന്നം പാടും എന്നറിഞ്ഞിട്ടും. കാരണം ഇവൻ ആർക്കെതിരായിട്ടാണ് മത്സരിച്ചത്? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള MP NK പ്രേമേന്ദ്രനെതിരായിട്ടാണ് മത്സരിച്ചത്. MK പ്രേമേന്ദ്രൻ്റെ അടുത്ത് ഇപ്പം 8 നില പൊട്ടുന്ന ആർക്കാണ് അറിയാൻ മേലായിരുന്നത്? അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും NK പ്രേമേന്ദ്രനെതിരെ മുകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരമ ചെറ്റയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെങ്കിൽ CPM-ന് സിനിമാ വ്യവസായത്തിൽ ഈ മുതൽ മുടക്കുണ്ടെന്നും ആ മുതൽ മുടക്ക് സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് ഈ മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചത് എന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മുകേഷും CPM തമ്മിലുള്ള പൊക്കിൽ കൊടി നാഭീനാള ബന്ധം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.